ഹലോ വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. JC ആണ്, ജിതിൻ സാറാണ് സംസാരിക്കുന്നത്. സോ എല്ലാ മക്കൾക്കും സ്വാഗതം. സോ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് NMMSനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട സോഷ്യൽ സയൻസിന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സാറ്റിന്റെ ഭാഗത്തു നിന്ന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. ചോദ്യങ്ങൾ മാത്രമല്ല, അതിന്റെ ഉത്തരങ്ങൾ കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട്. സോ ഈ വർഷത്തെ NMMS നമുക്ക് അടിപൊളിയായിട്ട് ഉഷാറായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നേടിയെടുക്കണം മക്കളെ. നമുക്ക് ഓരോരോ പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലേക്കൊക്കെ പോയാലോ മകളെ. ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ യോധ ബാച്ചിന്റെ പ്രധാനമായിട്ട് എൻഡ് ഗെയിം ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ NMMS പോലെ തന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു എക്സാം ആണ് ഈ വരുന്ന നമ്മുടെ മെയിൻ എക്സാം. സോ ആ മെയിൻ എക്സാമിനൊക്കെ നല്ല മാർക്ക് നമ്മൾ സ്കോർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മക്കളാണെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള ഒരു ബെറ്റർ ഓപ്ഷനാണ് സൈലത്തിന്റെ യോധ ബാച്ച് എന്ന് പറയുന്നത്. സോ താഴെ കാണുന്ന നമ്പർ 9954000800 എന്ന് പറയുന്ന നമ്പറിൽ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. നിങ്ങൾ ഈ ഒരു യോധ ബാച്ചിന്റെ ഭാഗമായി മാറുക കേട്ടോ. ഓക്കെ, നമുക്ക് ഓരോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് എന്ത് ചെയ്യാം മക്കളെ, പോകാം. പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളിലേക്ക് ഒന്ന് പോയാലോ മക്കളെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, ഹു ഇൻട്രൊഡ്യൂസ്ഡ് എ പെർമനന്റ് ലാൻഡ് പെർമനന്റ് സെറ്റിൽമെന്റ് ഇൻ ബംഗാൾ. മക്കളെ നോക്ക്, ചോദ്യം ഇതാണ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുണ്ടല്ലോ, ഈ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ഇന്ത്യക്കകത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ആരാണ്? ശാശ്വത ഭൂനികുതി വ്യവസ്ഥ അല്ലെങ്കിൽ പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ്സ് കൊണ്ടുവന്നത് ആരാണ് മക്കളെ? ഈ പറഞ്ഞ ഓപ്ഷൻ ലോർഡ് വെല്ലസ്ലി ഉണ്ട്, കോൺവാലിസ് ഉണ്ട്, റോബർട്ട് ക്ലൈവ് ഉണ്ട്, അതുപോലെ തന്നെ വാറൻ ഹേസ്റ്റിങ്സ് ഉണ്ട്. ഇതിനകത്ത് ആരായിരിക്കും ഉള്ളത് മക്കളെ? ഇതിന്റെ അകത്ത് ഉത്തരം നമുക്കറിയുന്നതാണ് ലോർഡ് കോൺവാലിസ് ആണ്. ആൻസർ ബി ആണ്, ലോർഡ് കോൺവാലിസ് ആണ്. ഇതാ നിങ്ങൾ നോക്ക്, ഇദ്ദേഹമാണ് കൊണ്ടുവന്നത് കേട്ടോ. ഇദ്ദേഹമാണ് പെർമനന്റ് സെറ്റിൽമെന്റ് അല്ലെങ്കിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ കൊണ്ടുവന്നത്. എന്താണ് ഈ സംഭവം എന്നല്ലേ മക്കളെ? എല്ലാവരും നോക്ക്, ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെത്തിയ സമയത്ത് അവർ പ്രധാനമായിട്ടും ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭൂമി ഉണ്ടല്ലോ, ആ ഭൂമിയെ പല തരത്തിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, തരം തിരിച്ച് ഇതേപോലെ തന്നെ നികുതി അതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ചുമത്തുന്നുണ്ട്. കാരണം അവർ ഏറ്റവും പ്രധാനപ്പെട്ട റവന്യൂ അല്ലെങ്കിൽ വരുമാനം എന്ന് പറഞ്ഞാൽ ലാൻഡ് ടാക്സ് ആയിരുന്നു, ഭൂനികുതിയായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട വരുമാനം. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് അവർ പ്രധാനമായിട്ട് ഇന്ത്യക്കകത്തുണ്ടായിരുന്ന ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന ഭൂനികുതി വ്യവസ്ഥയെ 3 പ്രധാനപ്പെട്ട ഭൂനികുതി വ്യവസ്ഥകളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, തരംതിരിക്കുന്നുണ്ട്. അതിനകത്ത് ഒന്ന് അവർ കൊണ്ടുവന്നത് അതാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. മക്കളെ ശ്രദ്ധിക്കുക, പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ്സ് ആണ്. ഇതിനെ നമ്മൾ വേറൊരു പേരും കൂടി വിളിക്കും. ഇതിനെ നമ്മൾ വേറെ പേര് വിളിക്കുന്നത് അത് മറ്റൊന്നല്ല മകളെ, അതിനെ നമ്മൾ ജമീന്ദാരി സിസ്റ്റം എന്ന് എന്ത് ചെയ്യും, നമ്മൾ വിളിക്കും കേട്ടോ. ഈ ജമീന്ദാരി സിസ്റ്റം, അതായത് ഇതിൽ ജമീന്ദാർമാരായിട്ടുള്ള ആൾക്കാരാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സിസ്റ്റം കൺട്രോൾ ചെയ്തിരുന്നത്. ഇത് മെയിനായിട്ടും ബംഗാൾ, ബീഹാർ, ഒറീസ. മകളെ ബോബ് എന്ന് ഓർത്ത് വെച്ചാൽ ബംഗാൾ, ബീഹാർ, ഒറീസ ഈ 3 സ്ഥലങ്ങളിലാണ് ഇത് കൊണ്ടുവന്നത് കേട്ടോ. അപ്പോൾ ഓർത്ത് വെച്ചോളൂ, ശാശ്വത ഭൂനികുതി വ്യവസ്ഥയാണ്. ഇതിനെ നമ്മൾ വിളിക്കുക ജമീന്ദാരി സമ്പ്രദായം എന്ന് വിളിക്കും. എന്ത് വിളിക്കുന്നു? ഈ പറയുന്ന ജമീന്ദാരി സമ്പ്രദായം എന്ന് എന്ത് ചെയ്യുന്നു, നമ്മൾ വിളിക്കും ജമീന്ദാരി സമ്പ്രദായം എന്ന് വിളിക്കുന്നു. ഇത് മെയിനായിട്ട് ബംഗാളിലും ബീഹാറിലും ഒറീസയിലാണ് എന്ത് ചെയ്യുന്നത്, കൊണ്ടുവന്നത് കേട്ടോ. ഓക്കെ, ജമീന്ദാർമാരാണ് ഇതിൽ മെയിനായിട്ട് കൺട്രോൾ ചെയ്തത്. ഇനി രണ്ടാമത്തത് എന്ന് പറഞ്ഞാൽ ഇത് റൈറ്റ് വാരി സിസ്റ്റമാണ്. റയറ്റ് എന്ന് പറഞ്ഞാൽ കർഷകൻ എന്നാണ്. ഈ പറഞ്ഞ കർഷകരുടെ കയ്യിൽ നിന്ന് നേരിട്ട് ഇതേപോലെ തന്നെ ഈ നികുതി വിരിച്ചിരുന്ന സിസ്റ്റമാണ് ഈ സിസ്റ്റം. ഇത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യക്കകത്താണ് ഇത് എന്ത് ചെയ്യുന്നത്, മെയിനായിട്ടും ഇതുപോലെ ഇംപ്ലിമെന്റ് ചെയ്തത് കേട്ടോ. തെക്കേ ഇന്ത്യക്കകത്താണ്. അപ്പോൾ ഓർത്ത് വെച്ചോളൂ, റൈറ്റ് വാരി സിസ്റ്റം. രണ്ടാമത്തത് റൈറ്റ് വാരി സിസ്റ്റമാണ്. റയറ്റ് എന്ന് പറഞ്ഞാൽ ഫാമേഴ്സ് ആണ്. അപ്പോൾ ഇതിനകത്ത് ഫാമേഴ്സ് അല്ലെങ്കിൽ പെസൻസിന്റെ കയ്യിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, നികുതി ഇവർ പിരിച്ചെടുത്തിരുന്നത്. ഇത് സൗത്ത് ഇന്ത്യൻ റീജിയൻസ് ആണ് അല്ലെങ്കിൽ തെക്കേ ഇന്ത്യ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട സ്ഥലത്ത് നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഇത് പ്രധാനമായിട്ട് കളക്ട് ചെയ്ത് കേട്ടോ. ഓക്കെ, ഇനി അത് കഴിഞ്ഞാൽ മൂന്നാമത്തത് മഹൽവാരി. മൂന്നാമത്തെ സമ്പ്രദായമാണ് മഹൽവാരി. മഹൽവാരി എന്ന് പറഞ്ഞാൽ മകളെ പ്രധാനമായിട്ടും മഹൽ മീൻസ് വില്ലേജ് ആണ്, ഗ്രാമം. അപ്പൊ ഈ സ്ഥലത്ത് വില്ലേജ് ഹെഡ്മാൻ അല്ലെങ്കിൽ ഗ്രാമ തലവന്റെ കയ്യിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഇവർ ടാക്സ് പിടിച്ചത്. ഇത് മെയിനായിട്ടും ഇതുപോലെ തന്നെ നോർത്ത് വെസ്റ്റ് റീജിയൻസ് ആണ്, റീജിയൻസിലാണ് ഇവർ ഇംപ്ലിമെന്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഓർത്ത് വെച്ചോളൂ, മഹൽവാരി സിസ്റ്റമാണ് മൂന്നാമത്തത്. മഹൽവാരി സിസ്റ്റം എവിടെയാണ് ഇതുപോലെ തന്നെ ഇവർ ഇംപ്ലിമെന്റ് ചെയ്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യക്കകത്താണ്. ഇത് മെയിനായിട്ടും കൺട്രോൾ ചെയ്തിരുന്ന അല്ലെങ്കിൽ ഇതിനകത്ത് ആരിലായിരുന്നു ടാക്സ് പിരിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന വില്ലേജ് ഹെഡ്മാൻ അല്ലെങ്കിൽ ഗ്രാമ മുഖ്യന്റെ അല്ലെങ്കിൽ ഗ്രാമ തലവന്റെ കയ്യിൽ നിന്നാണ്. ഇത് ഓർത്ത് വെച്ചോളാം. അപ്പോൾ ഓർത്ത് വെച്ചോളൂ, ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ജമീന്ദാരി സിസ്റ്റം എന്ന് പറയുന്നു, ജമീന്ദാറിൽ നിന്നാണ്. റൈറ്റ് വാരി സിസ്റ്റം ഇതുപോലെ തന്നെ കർഷകരിൽ നിന്നാണ്. ഇതുപോലെ തന്നെ മഹൽവാരി ഗ്രാമ തലവന്റേതാണ്. പിന്നെ ഓരോന്നും ഓർത്ത് വെച്ചോളും. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ബംഗാൾ, ബീഹാർ, ഒറീസ. റൈറ്റ് വാരി ദക്ഷിണേന്ത്യ, മഹൽവാരി ഏതാണ്, വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യ കേട്ടോ. ഓർത്ത് വെച്ചോ, പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് ബംഗാൾ, ബീഹാർ, ഒറീസ. ബോബ് എന്ന് ഓർത്ത് വെച്ചോളാം. റൈറ്റ് വാരി സിസ്റ്റം സൗത്ത് ഇന്ത്യൻ റീജിയൻസ്, അതുപോലെ മഹൽവാരി സിസ്റ്റം നോർത്ത് വെസ്റ്റ് റീജിയൻസ്. ഓക്കെ, ഇത് റെഡിയല്ലേ? അപ്പൊ ഇനി മക്കൾ ശ്രദ്ധിക്കുക, ഇത് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ മക്കളെ അടുത്തൊരു ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ആൻസർ പറഞ്ഞേ. നോക്കി, ഇതുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ വരാൻ സാധ്യതയുള്ള ചോദ്യമാണ്. നോക്കിയോ, ഇൻ വിച്ച് റീജിയൻ റൈറ്റ് ടു വാരി സിസ്റ്റം മെയിൻലി ഇൻട്രൊഡ്യൂസ്ഡ്? റൈറ്റ് ടു വാരി സമ്പ്രദായം നടപ്പിലാക്കിയ പ്രദേശം എവിടെയാണ് ഈ പറയുന്ന റൈറ്റ് ടു വാരി സിസ്റ്റം നമ്മൾ നടപ്പിലാക്കിയത് എന്നൊരു ചോദ്യം നിങ്ങളോട് ചോദിച്ചു വിചാരിക്കുക. മക്കളെ, അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അതിന്റെ ആൻസർ നമുക്കറിയാലോ. എവിടെയാണ് ഈ
റൈറ്റ് വാരി നടപ്പിലാക്കിയത്? അത് വേറെ എവിടെയോ അല്ല, അത് സൗത്ത് ഇന്ത്യയിലാണ്. അപ്പോൾ ഓപ്ഷൻ ബി അല്ലേ, തെക്കേ ഇന്ത്യയിലാണ് അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിലാണ്. തെക്കേ ഇന്ത്യ എഴുതിയാലും ദക്ഷിണേന്ത്യ എന്നൊക്കെ എഴുതിയാലും എന്താണ് ആൻസർ ശരിയാണ് കേട്ടോ. അപ്പോൾ റൈറ്റ് വാരി എവിടെയാണ് നമ്മൾ പറയാം, റൈറ്റ് വാരി നടപ്പിലാക്കിയത് ദക്ഷിണേന്ത്യ അല്ലെങ്കിൽ ഈ പറഞ്ഞ സൗത്ത് ഇന്ത്യൻ റീജൻസ്. അപ്പോൾ ഇത്തരത്തിലേക്കുള്ള ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യും, നിരവധിയായിട്ട് ഇത് NMMSനകത്ത് വരാറുണ്ട് കേട്ടോ. നിർബന്ധമായിട്ട് ചെയ്യണം, പഠിച്ചു വെച്ചോളാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മക്കൾസെ അടുത്ത പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലേക്കാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ പോകുന്നത് കേട്ടോ. അടുത്ത പ്രധാനപ്പെട്ട ഒരു ചോദ്യം നോക്കിയുള്ളൂ. ആ ചോദ്യം, ദ സന്താൽ റിബല്യൻ ടുക്ക് പ്ലേസ് ഇൻ ദ ഇയർ. മക്കളെ ശ്രദ്ധിക്കുക, സന്താൽ കലാപം നടന്ന വർഷമാണ് എന്ത് ചെയ്യുന്നത് നമ്മളോട് ചോദിച്ചത്. ഏത് വർഷത്തിലാണ് സന്താൽ കലാപം നടന്നത്? മക്കളെ നിങ്ങൾ നോക്കി, 1857 ആണോ അല്ലെങ്കിൽ 1855 ആണോ അല്ലെങ്കിൽ 1830 ആണോ 1905 ആണോ? മക്കളെ 1857 ആണോ 1855 ആണോ 1830 അല്ലെങ്കിൽ 1905 എവിടെയാണ് സന്താൽ കലാപം നടന്നത്? അപ്പൊ നമ്മൾ ആദ്യം തന്നെ പഠിച്ചു വെക്കേണ്ടത് എന്താണ് സന്താൽ കലാപം. മക്കളെ സന്താൽ കലാപം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഇന്ത്യക്കകത്ത് നടന്നിട്ടുള്ള ട്രൈബൽ മൂവ്മെന്റ്സിനകത്ത് അല്ലെങ്കിൽ ആദിവാസി ഗോത്ര വിഭാഗത്തിന്റെ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന പ്രധാനപ്പെട്ട കലാപങ്ങളിൽ ഒന്നാണ് സന്താൽ റിബല്യൻ അല്ലെങ്കിൽ സന്താൽ റിവോൾട്ട് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ശ്രദ്ധിക്കുക, ബ്രിട്ടീഷുകാർക്കെതിരെ ആദിവാസികളായിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്തിരുന്നു, കലാപത്തിലേക്ക് വന്നിരുന്നു. അപ്പൊ എന്താണ് ഇതിന്റെ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബ്രിട്ടീഷേഴ്സ് കൊണ്ടുവന്നിട്ടുള്ള ഫോറസ്റ്റ് ആക്ടുകളാണ് അല്ലെങ്കിൽ ബ്രിട്ടീഷേഴ്സ് കൊണ്ടുവന്ന വന നിയമങ്ങളാണ് ഇതിന്റെ കാരണം. ഫോറസ്റ്റ് ആക്ട് അല്ലെങ്കിൽ വന നിയമങ്ങൾ കേട്ടോ. അപ്പൊ ശ്രദ്ധിക്കണം, ഏത് വർഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1855 എന്ത് ചെയ്യുന്നത് ഇവരിത് കൊണ്ടുവരുന്നത് കേട്ടോ. ഈ ഒരു കലാപം നടക്കുന്നത് 1855. ഇത് നടന്ന സ്ഥലം രാജ്മഹൽ ഹിൽസ് ആണ് കേട്ടോ. രാജ്മഹൽ ഹിൽ, അതായത് രാജ്മഹൽ കുന്നിന്റെ ഈ ഒരു ഭാഗത്ത് താമസിച്ച ആൾക്കാരാണ് സന്താൾമാര്. അപ്പൊ ആ സ്ഥലത്തേക്ക് ഇതേപോലെ തന്നെ ബ്രിട്ടീഷുകാർ പറയാണ് ഇനി കാട്ടിലേക്ക് ആരും കയറരുത്. അങ്ങനെയാണ് ആ വന നിയമത്തിൽ എന്ത് ചെയ്യുന്നത് പറയുന്നത്. നിങ്ങൾക്കറിയാലോ, ആദിവാസികളെ സംബന്ധിച്ചിടത്തോളം അവർ കാടിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. കാട്ടിലേക്ക് കയറുതരുത് എന്ന് പറയുമ്പോൾ അവരെ എന്താണ് എല്ലാ ഉപജീവന മാർഗങ്ങളും അവിടെ അടഞ്ഞു പോവുകയാണ്. അപ്പൊ അതിനെതിരാണ് ഇവർ കലാപം ചെയ്യുന്നത് നയിച്ചത്. പ്രധാനപ്പെട്ട കലാപത്തിലെ ആൾക്കാർ സിദ്ധു, അതുപോലെ തന്നെ സിദ്ധു കാനു, ഇതാണ് അവരുടെ ഫേമസ് ആയിട്ടുള്ള അവരുടെ ലീഡേഴ്സ് അല്ലെങ്കിൽ നേതാക്കന്മാരായിട്ടുള്ള ആൾക്കാർ ഇവരാണ്. ഓക്കെ, റെഡി. അങ്ങനെയാണെങ്കിൽ കുഞ്ഞുങ്ങളെ ഇപ്പൊ നമ്മൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം മക്കൾക്ക് പറയാൻ പറ്റുമല്ലോ. നോക്കൂ, സന്താൾ കലാപം നടന്ന വർഷം ഏതാണ്? നമുക്കറിയുന്നതാണ് സന്താൾ കലാപം 1855 സന്താൾ കലാപം. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണെന്ന് മനസ്സിലാക്കി കേട്ടോ. ഓപ്ഷൻ ബി ആണ് സന്താൾ കലാപം നടന്നത്. റെഡി അല്ലേ, സെറ്റ് അല്ലേ? ഇനി അങ്ങനെയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യത്തിലേക്ക് വേറൊന്നിലേക്ക് നോക്കാം. മക്കളെ, സന്താൾ കലാപത്തിലെ നേതൃത്വം നൽകിയത് ആരൊക്കെയാണ് മക്കളെ? നോക്ക്, കുൻവർ സിംഗ് ആണോ, ബിർസ മുണ്ടയാണോ, സിദ്ധുവാൻ കാനു ആണോ, റാണി ലക്ഷ്മിബായി ആണോ? നമുക്കറിയുന്നതാണ് സന്താൾ കലാപത്തിന് നേതൃത്വം കൊടുത്തത് സിദ്ധുവും അതേപോലെ തന്നെ ആരാണ്, കാനുവുമാണ്. സിദ്ധു കാനു അല്ലെ, ഇത് ഇന്നത്തെ ആൾക്കാരാണ് കേട്ടോ. ഈ സിദ്ധുവും കാനുവുമാണ്. ഇത് ഇന്നത്തെ പ്രധാനപ്പെട്ട സന്താൾമാരുടെ ഒരു വേഷവിധാനമാണ് മക്കൾക്ക് അവിടെ കാണിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ അല്ലേ, റെഡി അല്ലേ? ഇനി മക്കൾ ശ്രദ്ധിച്ചോളൂ, അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, പോയാലോ? റെഡി അല്ലേ, സെറ്റ് അല്ലേ? അടുത്ത ചോദ്യം മക്കളെ, who wrote the famous book പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ? മകളെ, പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇന്ത്യ എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള ഒരു പുസ്തകമുണ്ട്. അത് രചിച്ചത് ആരാണ് മകളെ? ഓപ്ഷൻ മഹാത്മാഗാന്ധിയാണോ അല്ലെങ്കിൽ ദാദാഭായ് നവറോജിയാണോ, ഈ പറയുന്ന ജവഹർലാൽ നെഹ്റു ആണോ, അതേപോലെ തന്നെ ബാലഗംഗാധർ തിലകാണോ? ഇതിനകത്ത് ആരാണ് ഈ പറയുന്ന പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള പുസ്തകം രചിച്ചത്? മക്കളെ, നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പെട്ടെന്ന് തന്നെ കമന്റ് ചെയ്തോ. യെസ്, എന്താണ് വരിക മകളെ? നമുക്കറിയാം ഇതിന്റെ ആൻസർ ദാദാഭായ് നവറോജിയാണ്. ദാദാഭായ് നവറോജി. മകളെ, ഏറ്റവും മെയിൻ ആയിട്ട് നമ്മൾ ഈ പറയുന്ന ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത്, നാഷണൽ മൂവ്മെന്റ് പഠിക്കുന്ന സമയത്ത്, ദേശീയ പ്രസ്ഥാനത്തെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ദാദാഭായ് നവറോജിയാണ്. നമ്മൾ പഠിക്കുന്നുണ്ട്, നമ്മുടെ 8ാം ക്ലാസ്സിനകത്ത് നമ്മൾ പഠിക്കുന്നുണ്ട് ദാദാഭായ് നവറോജിയെ കുറിച്ച്. മകളെ, നിർബന്ധമായും ദാദാഭായ് നവറോജിയെ കുറിച്ചുള്ള പോയിന്റുകൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ദാദാഭായ് നവറോജി ബ്രിട്ടീഷേഴ്സിനെതിരെ, നിങ്ങൾ ശ്രദ്ധിക്കുക, ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനെ തുറന്നു കാണിച്ച ഒരു പുസ്തകമാണ് പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു പുസ്തകം. ആ പുസ്തകത്തിനകത്ത് അദ്ദേഹം തുറന്നു കാണിച്ചിട്ടുള്ള ഒരു ടേം ഉണ്ട്. ആ ടേം ആണ് മക്കളെ ഡ്രെയിൻ തിയറി എന്ന് പറയുന്നത്. ഡ്രെയിൻ തിയറി അല്ലെങ്കിൽ ചോർച്ചാ സിദ്ധാന്തം. അതായത് ബ്രിട്ടീഷുകാർ എങ്ങനെയാണ് നമ്മുടെ സമ്പത്ത് ചോർത്തിക്കൊണ്ടുപോയത്, അതാണ് ദാദാഭായ് നവറോജി. ഓർത്തു വെച്ചോളെ, ദാദാഭായ് നവറോജി ഇതേപോലെ തന്നെ ചോർച്ചാ സിദ്ധാന്തത്തിലൂടെ എന്ത് ചെയ്യുന്നത് കൊണ്ടുവന്നു കേട്ടോ. ചോർച്ചാ സിദ്ധാന്തം ഓർത്തു വെച്ചോളാം. എന്താണ് ചോർച്ചാ സിദ്ധാന്തം? അല്ലെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയുന്നു, ഡ്രെയിൻ തിയറി എന്ന് പറയുന്നു. അപ്പൊ ഡ്രെയിൻ തിയറി ആര് കൊണ്ടുവന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഈ പറയുന്ന ദാദാഭായ് നവറോജി. ആരാണ് ഈ പറയുന്ന ദാദാഭായ് നവറോജി കേട്ടോ. ഓർത്ത് വെച്ചോളാം, ദാദാഭായ് നവറോജിയാണ് എന്ത് ചെയ്യുന്നത് കൊണ്ടുവന്നത് കേട്ടോ, ദാദാഭായ് നവറോജി. ഇനി വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക മക്കളെ, ഈ ദാദാഭായ് നവറോജിയെ നമ്മൾ വിളിക്കുന്ന ഒരു പേര് ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ എന്നാണ് നമ്മൾ വിളിക്കുന്നത് കേട്ടോ. അദ്ദേഹത്തിനെ വിളിക്കുന്ന ഒരു പേരാണ് ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ എന്നാണ് നമ്മൾ വിളിക്കുക. ഇന്ത്യയുടെ വന്ധവയോധികൻ, ഓർത്ത് വെച്ചോളാം, ഇന്ത്യയുടെ വന്ധവയോധികൻ എന്നാണ് ഇദ്ദേഹത്തിനെ നമ്മൾ എന്ത് ചെയ്യുന്നത് വിളിക്കുന്നത് കേട്ടോ. അപ്പൊ ഇദ്ദേഹത്തിന്റെ പുസ്തകം ഓർത്ത് വെച്ചോളാം, പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്നാണ് ഇദ്ദേഹത്തിനെ വിളിക്കുന്നത്. ഇന്ത്യയുടെ വന്ധവയോധികൻ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ അല്ലേ, റെഡി അല്ലേ?
ഇനി മക്കൾസെ നിങ്ങൾ നോക്ക്, ഏറ്റവും പ്രധാനമായിട്ടും അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പോകാം മക്കളെ. ചോദ്യം ഇതാണ്, മക്കളെ, ഹു റിഗാർഡഡ് ആസ് ദ പൈനിയർ ജേർണലിസം ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ പത്രപ്രവർത്തനത്തിന്റെ പിതാവായിട്ട് വിശേഷിപ്പിക്കുന്നത് ആരെയാണ് മക്കളെ? ഇതിൽ ഓപ്ഷൻ ചില ആൾക്കാർ കൺഫ്യൂഷൻ ഒക്കെ വരാം മക്കളെ. ഇതിൽ ഓപ്ഷനിൽ എ ദാദാഭായ് നവറോജി ഉണ്ട്, ബി രാജാറാം മോഹൻ റോയ് ഉണ്ട്, അതേപോലെ ബാലഗംഗാധർ തിലക് ഉണ്ട്, മഹാത്മാഗാന്ധി ഉണ്ട്. പല ആൾക്കാർക്കും ഇതിൽ സംശയം വരും മക്കളെ, സംശയം ഉണ്ടാവരുത്, രാജാറാം മോഹൻ റോയ് ആണ്, ഇതാണ് കേട്ടോ. നമ്മുടെ സോഷ്യൽ റിഫോം മൂവ്മെന്റ്സിന്റെ ഭാഗത്ത് മാത്രമല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇന്ത്യയിലെ പത്രപ്രവർത്തനത്തിന്റെ ഭാഗത്തും എന്ത് ചെയ്യുന്നുണ്ട്, ഇദ്ദേഹത്തിന് വലിയ കോൺട്രിബ്യൂഷൻസ് ഉണ്ട് കേട്ടോ. ജേർണലിസത്തിനകത്ത്, ഇന്ത്യൻ ജേർണലിസത്തിനകത്തും വലിയ കോൺട്രിബ്യൂഷൻ കൊടുത്ത ആളാണ് ആര്, നമ്മുടെ രാജാറാം മോഹൻ റോയ്. അദ്ദേഹത്തിന്റെ ഫേമസ് ആയ രണ്ട് പത്രങ്ങളുണ്ട്, ഒന്ന് സംവാദ് കൗമുദിയും അത് മിറാത്തുൽ അക്ബറും. സംവാദ് കൗമുദി ബംഗാളിയിലാണെങ്കിൽ മിറാത്തുൽ അക്ബർ എവിടെയാണ്, പേർഷ്യൻ ലാംഗ്വേജിലാണ് എഴുതിയിട്ടുള്ളത് കേട്ടോ. ഇത് രണ്ടും ഒന്ന് ഓർത്ത് വെച്ചോളേ കേട്ടോ. അപ്പൊ ഇദ്ദേഹമാണ് ഈ പറയുന്ന നമ്മുടെ പ്രധാനപ്പെട്ട ജേർണലിസത്തിനൊക്കെ തുടക്കം കുറിച്ച വ്യക്തി ആരാണ്, ഇദ്ദേഹമാണ്. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? ഇനി അങ്ങനെയാണെങ്കിൽ മക്കൾസേ ഈ ഒരു ചോദ്യം നോക്കി, ഈ ഒരു ചോദ്യം, ഇന്ത്യയിലെ നാട്ടുഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയത്, ശ്രദ്ധിക്കണം, വെർണാക്കുലർ പ്രസ് ആക്ട് കൊണ്ടുവന്നത് ആരാണ് മക്കളെ? ഓപ്ഷൻ ഈ പറഞ്ഞ കേഴ്സൺ ആണോ, ലോർഡ് ഇതേപോലെ തന്നെ ഈ ലോർഡ് കേഴ്സൺ പ്രഭു ആണോ, അല്ലെങ്കിൽ ലോർഡ് റിപ്പൺ ആണോ, അല്ലെങ്കിൽ ലോർഡ് ലിട്ടൺ ആണോ, അല്ലെങ്കിൽ ലോർഡ് ഡൽഹൌസി ആണോ? ആരാണ് നാട്ടുഭാഷാ പത്ര നിയമം കൊണ്ടുവന്നത് മക്കളെ? നമുക്കറിയുന്നതാണ്, ഇതാരാണ്, ലോർഡ് ലിട്ടൺ ആണ് കേട്ടോ. ഇല്ല, അതായത് ഇത്തരത്തിലേക്കുള്ള നമ്മുടെ ഓരോ ദേശീയ നേതാക്കന്മാർക്കും ഓരോ പത്രങ്ങൾ ഉണ്ടായിരുന്നു. ആ പത്രങ്ങൾ ബ്രിട്ടീഷുകാർക്ക് എതിരാകുമെന്ന് തോന്നിയ സമയത്ത് ബ്രിട്ടീഷുകാർ ഇതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതാണ് നാട്ടുഭാഷാ പത്ര നിയമം, അല്ലെങ്കിൽ വെർണാക്കുലർ പ്രസ് ആക്ട് കേട്ടോ. അപ്പൊ അത് കൊണ്ടുവന്ന വ്യക്തി ആരാണ്, ലോർഡ് ലിട്ടൺ. ഓർത്ത് വെച്ചോളാം, ലിട്ടൺ പ്രഭു ആണ് എന്നുള്ളത് ഓർത്ത് വെച്ചോളാം. ഓക്കെ, റെഡി അല്ലേ, സെറ്റ് അല്ലേ? ഇനി അങ്ങനെയാണെങ്കിൽ ദേ മക്കൾസെ അടുത്ത പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്ന് നിങ്ങൾ നോക്കി. ചോദ്യം ഇതാണ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എമംഗ് ദ ബേസിക് എക്കണോമിക് പ്രോബ്ലം ഓഫ് എ കൺട്രി? മക്കളെ, താഴെ കൊടുത്തിരിക്കുന്നതിൽ രാജ്യത്തിന്റെ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഈ വാട്ട് പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ whom to produce, ലാസ്റ്റ് വൺ ഡി, ഇതുപോലെ തന്നെ ഹു ഷുഡ് പ്രൊഡ്യൂസ്. മക്കളെ ഓർത്ത് വെച്ചോളൂ, എന്ത് ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം, ആര് ഉൽപ്പാദിപ്പിക്കണം? ഇതിനകത്ത് ഏതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു സമ്പദ് വ്യവസ്ഥ നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ, അല്ലെങ്കിൽ അതിലെ പ്രോബ്ലംസിൽ വരാത്തത് ഏതാണ് മക്കളെ? ഇതിന്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് എന്നറിയാം അല്ലേ? ഇത് പറഞ്ഞ ആര് ഉൽപ്പാദിപ്പിക്കണം. അപ്പോൾ ഒരു സമ്പദ് വ്യവസ്ഥ നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ whom ടു പ്രൊഡ്യൂസ്. എന്ത് ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. ഈ മൂന്നെണ്ണാണ്. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? ഇനി അങ്ങനെയാണെങ്കിൽ മക്കൾസെ ഞാൻ ഒരു ചോദ്യം കൂടി നിങ്ങളോട് ചോദിക്കട്ടെ, ഇതിന്റെ ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്യൂ. ചോദ്യം ഇതാണ്, ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് വിച്ച് ടൈപ്പ് ഓഫ് എക്കോണമി ഇന്ത്യ അഡോപ്റ്റഡ്? മക്കളെ, സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ ഏതു രീതിയിലുള്ള സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യ ഇതേപോലെ തന്നെ സ്വീകരിച്ചത്? ഓപ്ഷൻ എ സോഷ്യലിസ്റ്റ് എക്കോണമി ഉണ്ട്, ഓപ്ഷൻ ബി ക്യാപിറ്റലിസ്റ്റ് ഉണ്ട്, ഓപ്ഷൻ സി മിക്സ്ഡ് എക്കോണമി ഉണ്ട്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് ഉണ്ട്. ഇതൊന്നുമല്ല കേട്ടോ. അപ്പൊ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ, മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, മിശ്ര സമ്പദ് വ്യവസ്ഥ, അതുപോലെ തന്നെ ഇവയൊന്നുമല്ല എന്നുണ്ട്. ഇതിന്റെ ആൻസർ മക്കൾ തന്നെ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിന് താഴെ നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. ഏറ്റവും ബെസ്റ്റ് കമന്റ് ആദ്യം അയക്കുന്ന ആരാന്നുള്ളത് ഞാൻ നോക്കി അവർക്ക് ഞാൻ എന്ത് ചെയ്യും, മറുപടി തരും കേട്ടോ. ഓക്കെ, സോ എല്ലാ ആൾക്കാരും ഇതുപോലെ തന്നെ ഇതിന്റെ റൈറ്റ് ആൻസർ പറയും എന്ന് വിചാരിക്കുന്നു. സോ മക്കളെ, ഒരുപാട് ലൈവുകൾ NMMSമായി ബന്ധപ്പെട്ട് നമ്മുടെ ചാനലിൽ നടക്കുന്നുണ്ട്. സോ എല്ലാ പബ്ലിക് ലൈവിനകത്തും അടിപൊളിയായിട്ട് ഉഷാറായിട്ട് മക്കൾ എന്ത് ചെയ്യുക, പങ്കെടുക്കുക, അടിപൊളിയാക്കി ഉഷാറാക്കി പഠിക്കുക. സോ ഈ വർഷത്തെ NMMS നമുക്ക് എന്ത് ചെയ്യണം, തൂക്കണം മക്കളെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. സോ ബായ് മക്കളെ, ബായ്. ജേസി സാറാണ്, ജിതിൻ സാറാണ്. സോ മക്കളെ കാണാം. ബായ് 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 ബായ്.